ഹായ് ഫ്രണ്ട്സ്, ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥികളെല്ലാം റെഡി. ഇക്കാര്യത്തിൽ LDF UDFിനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. അവരുടെ സ്ഥാനാർത്ഥികൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഭവന സന്ദർശനവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി. UDFിന് പിന്നെ സ്ഥാനാർത്ഥിയും നിർണ്ണയിക്കാനില്ല. ആ പഴയ കക്ഷികളൊക്കെ വീണ്ടും മത്സരിക്കുന്നു. ഒരു മാറ്റവുമില്ല. ഇവിടെയാണ് എൻ്റെ എതിർപ്പ് എന്ന് പറയുന്നത്. മത്സരിച്ചവർ വീണ്ടും വീണ്ടും മത്സരിക്കുന്നു, മത്സരിക്കാത്തവരോ സീറ്റ് കിട്ടാതെ മടങ്ങുന്നു. കാലാകാലങ്ങളെ മത്സരിച്ചവർക്ക് യാതൊരു വ്യത്യാസവുമില്ല. അവർ തന്നെ വീണ്ടും മത്സരിക്കുന്നു. കോൺഗ്രസിലേക്കാണ് എത്രയോ പേര് ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുന്നു. പാർട്ടി പ്രവർത്തകനായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ചാൻസ് കിട്ടുകയല്ല. ആരെങ്കിലും മാറിയിട്ട് വേണ്ടേ? 2-3 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തണം. അവർ സ്വയം മാറണമല്ലേ പാർട്ടി മാറ്റി നിർത്തണം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എപ്പോഴും മാറ്റങ്ങൾ വിശ്വസിക്കുന്നു. അത് വ്യക്തിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണ്. അത് MP ആണെങ്കിലും MLA ആണെങ്കിലും. ഒരു ഉദാഹരണം എടുക്കുക. നമ്മുടെ ശ്രീമാൻ ഉമ്മൻചാണ്ടി 50 വർഷമായിട്ട് അദ്ദേഹം പുതുപ്പള്ളി MLA ആയിരുന്നു. ഇനിയിപ്പോൾ അതാ ദൈവാഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത 50 വർഷം പുള്ളിയുടെ മകനായിരിക്കും MLA. അപ്പൊ പുതുപ്പള്ളിക്കാർക്ക് മറ്റൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അവസരം ലഭിക്കുന്നില്ല. ഇത് ശരിയാണോ? മാറി ചിന്തിക്കേണ്ടതല്ലേ? ഇനി കേന്ദ്ര ഗവൺമെന്റ് കാര്യമാണെങ്കിൽ പോലും അതെ, ഒരു മാറ്റം ആവശ്യമാണ്. ഒരേ പാർട്ടി ഒരേ നയങ്ങൾ സ്ഥിരമായി പിന്തുടരുമ്പോൾ അത് രാജ്യത്തിന് വ്യക്തികൾക്കും നല്ലതല്ല തന്നെ. BJP എന്തൊക്കെ പറഞ്ഞാലും ആ മോഡി പ്രഭാവമോ മോഡി തരംഗമോ ഒന്നും ഇത്തവണ ഇല്ല. ഒരു തരംഗവുമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരത്തിന് കളം ഒരുങ്ങുകയാണ്. അതിലെല്ലാം ഉപരി പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം ഒന്നിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ BJP വെള്ളം കുടിച്ചത് തന്നെ. 2019 മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും BJPക്ക് വോട്ട് ചെയ്തു. ഇപ്പൊ അങ്ങനെയല്ല, കാര്യങ്ങൾ മാറി മറിയുകയാണ്. എവിടം വരെ ചെന്നെത്തുമെന്ന് കാത്തിരുന്ന് കാണാം.